നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭൂവറിയിൽ ഒരു തരത്തിലുള്ള വിവാദവുമില്ല. പാലക്കാട് മദ്യനിർമ്മാണശാല വിവാദം CPI അടക്കമുള്ളവരുമായി ചർച്ച നടത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എല്ലാവരെയും വിശ്വാസത്തിലെടുത്തേ പദ്ധതി നടപ്പാക്കുകയുള്ളൂവെന്നും MV ഗോവിന്ദൻ. ചൊക്ലിമേക്കുന്നിൽ പ്രവാസികളിൽ നിന്നും കോടികൾ തട്ടിയ യുവാവിന്റെ വീടിന് മുൻപിൽ പ്രതിഷേധവുമായി പ്രവാസികളും കുടുംബങ്ങളും രംഗത്ത്. പ്രതിഷേധം നടന്നത് കുനിയിൽ കുറന്തോട്ട് വീട്ടിലെ അഫ്സലിന്റെ വീടിന് മുൻപിൽ. വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കാൻ നിയമം വേണം. കാട്ടുപന്നികളെ കുഴിച്ചിടേണ്ട പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവെക്കണമെന്ന് സണ്ണി ജോസഫ് MLA. നിയമം കൊണ്ടുവരണമെന്നും MLA. പാലയാട് ക്യാമ്പസിലെ KSU നേതാവിന് നേരെ ഹോസ്റ്റലിൽ കയറി SFI DYFI ആക്രമം. ആക്രമിച്ചത് പാലയാട് ക്യാമ്പസിലെ 2ാം വർഷ നിയമ വിദ്യാർത്ഥിയും KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ ബിദുൽ ബാലനെ. വാർത്തകൾ വിശദമായി. പാലക്കാട് എലപ്പള്ളിയിലെ മദ്യനിർമ്മാണശാല പദ്ധതി എല്ലാവരുടെയും ആശങ്ക പരിഹരിച്ച് മാത്രമേ നടപ്പിലാക്കൂവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPI അടക്കമുള്ളവരുമായി ഇനിയും ചർച്ച നടത്തും. സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും MV ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഭൂവറിയിൽ ഒരു തരത്തിലുള്ള വിവാദവുമില്ല. ഭൂവറി മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ്. എവിടെയൊക്കെയാണോ ഇനി ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങളാരും എതിരല്ല. എവിടെ വേണമെങ്കിലും ചർച്ച ചെയ്യാം. എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ 1ാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ. ബ്രൂവറി എന്ന് പറയുന്നതിൻ്റെ അവസാനത്തെ ഘട്ടമാണ്. അപ്പോൾ 1ാമത്തെ ഘട്ടം, 2ാമത്തെ ഘട്ടം, 3ാമത്തെ ഘട്ടം, 4ാമത്തെ ഘട്ടം അതൊക്കെ ആവശ്യമായ ചർച്ച നടത്തിയിട്ട് മാത്രമേ തീരുമാനിക്കൂ. പിന്നെ വെള്ളം സംഭരണം വളരെ പ്രധാനമാണ്. അവിടെ കുടിവെള്ളം ഉപയോഗിക്കാനേ പാടില്ല. ഒരു തുള്ളി വെള്ളം കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. CPIക്കും JDSനും കാര്യം മനസ്സിലാകാത്തതെന്തെന്ന് അവരോട് ചോദിക്കണം. കർണാടക സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയാണ് കോൺഗ്രസ് സംസാരിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയിട്ടാണ് ഈ ഇടപെടൽ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമല്ലേ? അപ്പോൾ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളല്ല. മനസ്സിലായില്ലോ? ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ കൊടുത്തോ? റിപ്പോർട്ടല്ലേ? കൊടുക്കും. കോൺഗ്രസ് പറയുന്നത് എനിക്ക് നോക്കേണ്ട കാര്യമില്ലാന്ന്. കോൺഗ്രസ് പറയുന്നതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടി അവരെ സംതൃപ്തിപ്പെടുത്താനും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി കർണാടകത്തിലാണുള്ളത്. അവരാണ് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്. നമുക്കിവിടെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇവിടെ ആവശ്യമുള്ളത്ര സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം തന്നെയാണ് മന്ത്രിനയം. അവരതിൽ പറയുന്നത് കോൺഗ്രസുമായി ബന്ധമുള്ള സ്പിരിറ്റ് കമ്പനികളാണെങ്കിൽ അവരിൽ നിന്ന് വേണ്ട എന്ന് വെക്കട്ടെ എന്നതാണ് അവരുടെ അഭിപ്രായം. വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ളത് ആരെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. നമുക്കിവിടെ സ്പിരിറ്റ് വേണം തരും. അപ്പോൾ പിന്നെ കൊണ്ടുവരാതിരിക്കാൻ എന്ത് ചെയ്യുക? അപ്പോൾ അത് മുടന്ത ന്യായം പറയാണ്. ആദ്യം അഴിമതിയാണ് പറഞ്ഞു, ഇപ്പോൾ അഴിമതിയെല്ലാം വിട്ടു. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ആ വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കും, പൂർണ്ണമായിട്ടും പരിഹരിക്കും. പരിഹരിച്ച് മാത്രമേ മുന്നോട്ടേക്ക് പോകുള്ളൂ. പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണല്ലേ പ്രതിഷേധമൊക്കെ. നിങ്ങൾക്ക് വേറെ വാർത്ത ഉണ്ടാക്കണമെങ്കിൽ വേറെ ചോദിച്ചാൽ മതി കേട്ടാ. മനസ്സിലായില്ലേ? ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കണ്ട. ഞാൻ പറഞ്ഞിടത്തോളം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പിന്നെ വെറുതെ അതല്ല ചോദ്യം, വേറെയാ ചോദ്യം. അതാണ് ചോദ്യം. എന്നാ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക, എന്നിട്ട് അതാണ് ചോദ്യം. അതാത് ചോദ്യം. ഞാൻ പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ട ചർച്ചകൾ മാത്രമാണ് നടന്നത്. കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ല. മഴവെള്ളം സംഭരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. സർക്കാരിന്റെ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കാട്ടുപന്നികളെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവെക്കാൻ നിയമം വേണമെന്ന് സണ്ണി ജോസഫ് MLA. പന്നിയെ വെടിവെച്ചാൽ മണ്ണെണ്ണയൊഴിച്ച് കുഴിച്ചിടണമെന്നാണ് നിയമം. പകരം വെളിച്ചെണ്ണയൊഴിച്ച് കറിവെക്കുകയാണ് വേണ്ടതെന്ന് MLA പറഞ്ഞു. മലയോര സമരയാത്രയുടെ പൊതുയോഗത്തിൽ കണ്ണൂർ കൊട്ടിയൂരിൽ വെച്ചായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രസംഗം. UDF അധികാരത്തിൽ വന്നാൽ കാട്ടുപന്നിയെ വെളിച്ചെണ്ണയൊഴിച്ച് കറിവെക്കാൻ നിയമം വേണമെന്നും സണ്ണി ജോസഫ് MLA പറഞ്ഞു. കാട്ടുപന്നിയെ വെടിവെക്കാൻ കൊട്ടിയൂർ പഞ്ചായത്തിൽ ഒരാൾക്കാണ് ലൈസൻസ് തോക്കുള്ളത്. കാട്ടുപന്നിയെ വെടിവെച്ചാൽ മണ്ണെണ്ണയൊഴിച്ച് കുഴിച്ചിടണം എന്നാണ് എന്റെ അഭിപ്രായത്തിൽ. വെളിച്ചെണ്ണയൊഴിച്ച് കറിവെക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. കൊട്ടിയൂർ ആർക്കെങ്കിലും ലൈസൻസ് ഉള്ളത് നോക്കണ്ടോ? റോയി ഒരാൾക്കാണ്. കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് സാക്ഷ്യപ്പെടുന്നത്. കൊട്ടിയൂർ പഞ്ചായത്തിൽ ആകെ ഒരാൾക്കാണ് ലൈസൻസ് തോക്ക്. പിന്നെ എവിടെ നിന്ന് പന്നി വെടിവെക്കും? എൻ്റെ അഭിപ്രായത്തിൽ CP ജോൺ
പന്നിയെ വെടിവെച്ചാൽ അതിനിപ്പം മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണം. എൻ്റെ അഭിപ്രായത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടുന്നതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കണം. ഞാൻ ഈ യോഗത്തിൽ പരസ്യമായിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെയും KPC പ്രസിഡന്റിന്റെയും UDF കൺവീനറുടെയും കക്ഷി നേതാക്കന്മാരുടെയും AIC സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ പറയുന്നു, UDF വന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കാൻ നിയമം വേണം. പ്രതിപക്ഷ നേതാവിന്റെയും KPCC അധ്യക്ഷന്റെയും UDF കൺവീനറുടെയും കക്ഷി നേതാക്കളുടെയും AICC സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിലാണ് പറയുന്നതെന്നും സണ്ണി ജോസഫ് MLA പറഞ്ഞു. പാലിയാട് ക്യാമ്പസിൽ KSU നേതാവിനെ ഹോസ്റ്റലിൽ കയറി SFI DYFI പ്രവർത്തകർ ആക്രമിച്ചു. 2ാം വർഷ നിയമ വിദ്യാർത്ഥിയും KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ ബിദുൽ ബാലനാണ് അക്രമത്തിനിരയായത്. സാരമായി പരിക്കേറ്റ ബിദുൽ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലാണ്. 10ഓളം വരുന്ന SFI DYFIക്കാർ മാരകായുധങ്ങളുമായി അർദ്ധരാത്രി ഹോസ്റ്റലിൽ മുഖംമൂടി ധരിച്ചെത്തി ആക്രമിച്ചതായാണ് പരാതി. കമ്പിവടിയും സൈക്കിൾ ചെയിൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി സംഘടിച്ചെത്തിയ സംഘം കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി നിർത്താതെ ആക്രമിക്കുകയായിരുന്നെന്ന് പരിക്കേറ്റ് തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബിദുൽ പറഞ്ഞു. 12 മണിയായ സമയത്ത് റൂമിൽ ഡോറിൽ ശക്തമായ സൗണ്ട് കേട്ടു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ ചെറുങ്ങനെ ഡോറ് തുറന്നു നോക്കി എന്താണെന്നറിയാം. അപ്പോൾ കുറേ ആൾക്കാർ, ഒരു സംഘം ആൾക്കാർ വടിയും വലിയ ഇരുമ്പിൻ്റെ വെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കൊടുവാൾ പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളെ നേരത്തേക്ക് ചാടി വന്നു. ഞങ്ങൾ ഡോറ് കുറേ തള്ളിപ്പിടിച്ച്, പക്ഷെങ്കിൽ അവർ കുറേ ആൾക്കാരുണ്ട്, 8ഓളം ആൾക്കാരുണ്ട്. അവരത് തല്ലിപ്പൊളിച്ച് ഉള്ളിലേക്ക് കയറി എന്നെ അടിക്കാനുണ്ടായിരുന്നു. ഇത് SFIക്കാരാണ് ഇത് നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവരെന്നെ ഭീഷണിപ്പെടുത്തുകയും എന്നെ കൊല്ലുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. ഈ ഇരുമ്പിൻ്റെ വടി, ഒരു വലിയ ഇരുമ്പിൻ്റെ വടിയിൽ വെൽഡ് ചെയ്തിട്ട്, സൈക്കിളിൽ ചെയിൻ വെൽഡ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് എൻ്റെ വയറിനും തലക്കും കാലിനും. റൂമിലുണ്ടായിരുന്ന സുഹൃത്തുക്കളെയും അക്രമികൾ മർദ്ദിച്ചതായും പരാതിയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ഹോസ്റ്റലുകളിൽ പോലും വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി കഴിയാനാകുന്നില്ലെന്നും കൊട്ടേഷൻ സംഘങ്ങളെ നിയോഗിച്ചാണ് SFI KSU നേതാക്കളെ മർദ്ദിച്ചതെന്നും ജില്ലാ പ്രസിഡന്റ് AC അതുലും ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പാളാടും പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി KP സാജുവും ബിദുലിനെ സന്ദർശിച്ചു. ഒരു പ്രശ്നവും നിലനിൽക്കാത്തൊരു ക്യാമ്പസ്, ആ ക്യാമ്പസിനകത്ത് പുറത്തുനിന്ന്, അതായത് കോഴിക്കോടുള്ളൊരു വിദ്യാർത്ഥി താമസിച്ച ആ പാലയാട് ക്യാമ്പസിനകത്ത് അവിടെ പെയിൻ ഗസ്റ്റായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പുറത്തു നിന്നുള്ള SFIയുടെ ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ഇത് ഇത്തരം നിലയിൽ ആവർത്തിക്കപ്പെടുന്ന സമയത്ത് പിണറായി വിജയന്റെ മണ്ഡലമാണെന്ന് ഓർക്കണം. പിണറായി വിജയന്റെ മണ്ഡലം, ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് ഹോസ്റ്റലിൽ സ്വസ്ഥമായി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുന്നത് വലിയൊരു പരാജയമാണ്. ചൊക്ലി മേക്കുന്നിൽ പ്രവാസികളിൽ നിന്നും കോടികൾ തട്ടിയ യുവാവിന്റെ വീടിന് മുൻപിൽ പ്രതിഷേധവുമായി പ്രവാസികളും കുടുംബങ്ങളും രംഗത്ത്. കുനിയിൽ കുറന്തോട്ട് വീട്ടിലെ അഫ്സലിന്റെ വീടിന് മുൻപിലാണ് പ്രതിഷേധം നടന്നത്. ഇയാൾ ഖത്തറിൽ ഉള്ളതും നാട്ടിലുള്ളതുമായ പ്രവാസികളിൽ നിന്നാണ് പണം തട്ടി മുങ്ങിയെന്നാണ് പരാതി. ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞാണ് പലരിൽ നിന്നും 32 കോടി രൂപയോളം തട്ടിയെടുത്തത്. 5 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെ നിക്ഷേപിച്ചവരാണ് കബളിപ്പിക്കപ്പെട്ടത്. പണം ലഭിക്കാത്തതിനെ തുടർന്ന് പലരും പോലീസിൽ പരാതി നൽകിയതോടെ ഇയാൾ മുങ്ങുകയായിരുന്നു. ഖത്തറിലും ഇയാൾക്കെതിരെ പരാതി ഉയർന്നതോടെ നാട്ടിലെത്തി മുങ്ങി. 32 കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി ഇയാളുടെ വീടിന് മുൻപിൽ എത്തിയത്. പലരും എങ്ങനെയാണ് പണം നഷ്ടപ്പെട്ടതെന്നും എത്ര തുകയാണ് നഷ്ടപ്പെട്ടതെന്നും വ്യക്തമാക്കി. പിന്നെ ഞാൻ ഈ അഫ്സൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഖത്തറിൽ നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഓഫറും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് അവിടുത്തെ 2 ലക്ഷം റിയാൽ വാങ്ങുമായിരുന്നു. മാസത്തിലൊരു നല്ലൊരു വരുമാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്നോട് വാങ്ങിക്കൊണ്ടതാണ്. ഞങ്ങളെപ്പോൾ തന്നെ 32 ആളുകളിൽ നിന്ന് ഇതുപോലെ സാമ്പത്തികമായിട്ട് അവൻ വഞ്ചിച്ചുകൊണ്ട് പൈസകൾ വാങ്ങിച്ചിട്ടുണ്ട്, മുങ്ങി നടക്കുകയാണിപ്പോൾ. ഇപ്പം നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ബാംഗ്ലൂർ വലിയൊരു ബിൽഡിംഗ് വാങ്ങുകയും അവിടെ നിന്ന് മാസത്തിൽ 4.5 ലക്ഷം റുപ്യ വാടക കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ പോയി കണ്ട് മനസ്സിലാക്കി വന്ന വ്യക്തിയാണ്. ഇത്രയും പൈസ വാങ്ങിയിട്ട് ഞങ്ങളോടൊന്ന് സംസാരിക്കാനോ ഞങ്ങളോട് എന്തെങ്കിലും ഒരു മറുപടി പറയാനോ വീട്ടുകാരോ അല്ലെങ്കിൽ അവൻ്റെ ഉമ്മയോ ഉപ്പയോ ആരും തയ്യാറാവുന്നില്ല. ഞങ്ങളിവിടെ പല പ്രാവശ്യം വന്നപ്പോൾ കൈമലർത്തുകയാണ് ചെയ്യുന്നത്, അവനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ത്യൻ്റെ 23 ലക്ഷം റുപ്യ അല്ല 38 ലക്ഷം റുപ്യ ഇൻഷുറൻസിന്റെ 40 ലക്ഷം റുപ്യ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അതും എടുത്തിട്ട് തിരിച്ചു വരാൻ പറ്റി പോന്നതാണ്. അപ്പം പറഞ്ഞ് എൻ്റെ അടുത്ത് ആ പൈസ ഇല്ലേ, മറ്റേ സിഗരറ്റിന്റെ ബിസിനസ്സിനും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ.
മാസം തരും പറഞ്ഞിട്ട് വാങ്ങിയത്. കുറച്ചേരം തന്നിട്ട് പിന്നെ അവൻ്റെ ഒരു വിവരം 13.5 ഉണ്ട്. പിന്നെ സ്ഥലം വാങ്ങുന്നേരം 1 ലക്ഷം റുപ്യ വായ്പ വേറെയും വാങ്ങിക്കേ. അത് 50,000 തന്നിട്ട് 50,000 അതും വേറെ വാങ്ങി. 14 ലക്ഷം. ഈ പണം ഉപയോഗിച്ച് ഇയാൾ ബാംഗ്ലൂരിൽ ആഡംബര ഹോട്ടലും നടത്തിവരികയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. സമരത്തിന് CPM ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്നും നിയമവിധേയമായ എല്ലാ സമരങ്ങൾക്കും പാർട്ടി പിന്തുണ നൽകുമെന്നും CPM നേതാവ് T. ജയേഷ് പറഞ്ഞു. നിരവധി തവണ നമ്മളോടൊക്കെ വന്ന് സംസാരിച്ചതിന്റെ ഭാഗമായി ഒരു ഘട്ടത്തിൽ ഉദയം മാഷും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇരുന്ന് കൊടുക്കുക എന്നുള്ള ഒരു ധാരണയിൽ എത്തിയാണ്. പിന്നീട് വാക്ക് പാലിക്കുന്നേയില്ല, മുങ്ങി നടക്കുക. അപ്പോൾ പിന്നീട് നിരന്തരമായിട്ട് ഇവനെ നമുക്കൊന്ന് നേരിൽ കാണാൻ വേണ്ടി പല ആള് മുഖാന്തരം ഒരു അഭ്യർത്ഥനയും കാര്യങ്ങളെല്ലാം നടത്തി. ഉപ്പ മുഖാന്തരം അഭ്യർത്ഥന നടത്തി. യഥാർത്ഥത്തിൽ നാട്ടിലുണ്ടെങ്കിൽ പോലും നമ്മളെ ഒന്ന് കാണുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. അതിനർത്ഥം ഈ പൈസ കൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പിന്നീട് ഒരു ഘട്ടത്തിൽ ഇപ്പം അടുത്തൊരാഴ്ച മുമ്പേ ഉപ്പയും നമ്മളും ഇരുന്നു സംസാരിച്ചു. ഇതിനടുത്തൊരു വീട്ടിൽ വെച്ചിട്ടാണ് ഇരുന്ന് സംസാരിച്ചത്. മകൻ എവിടെയാന്നുള്ള ഒരു വിവരമില്ല, അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞ് മകൻ നാട്ടിൽ തന്നെ ഉണ്ട്, നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വെള്ളക്കള്ളാസിൽ ഒരു പരാതി എഴുതി ചുക്ലി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. ഇനി അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ആ വെള്ളക്കള്ളാസിലെ കാണുന്നില്ല എന്നുള്ള പരാതി നമ്മുടെ അടുത്ത് തന്നാൽ സ്റ്റേഷനിൽ നമ്മൾ കൊടുക്കാം. 4 ദിവസം കൊണ്ട് നിങ്ങളെ മകനെ കണ്ടെത്താം. അപ്പോൾ അതിന് പോലും അവർ തയ്യാറല്ല. സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് എന്തെങ്കിലും ഒരു മറുപടി പൈസ കിട്ടാനുള്ള കൊടുക്കണ്ടേ. കിട്ടേണ്ടെന്ന് ആളുകൾ പറയുന്നത് കൊടുക്കാനുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടേ. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, നമുക്ക് ആരോടെങ്കിലും മറുപടി പറയാൻ പറ്റണ്ടേ. പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവർ തന്നെ മുൻകൈയെടുത്ത്, റഫീഖ് മുൻകൈയെടുത്ത് നമ്മൾ നിരാഹാരം ഇരിക്കുന്ന എന്നുള്ളത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മളെ പാർട്ടിയല്ല ഇതിന് മുൻകൈ എടുക്കുന്നത്. നമ്മൾ പറഞ്ഞ എല്ലാ പാർട്ടിക്കാരും ഉണ്ടെങ്കിൽ നമ്മളും വരാം, എല്ലാ കൂട്ടത്തിൽ നമ്മളും ഉണ്ടാവും. നമ്മൾ വാക്ക് പാലിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആളെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ എന്താണോ നിങ്ങൾ നിയമവിധേയമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൂടെയും നമ്മളുണ്ടാവും. ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് നിരാഹാരം കിടക്കുന്നതൊന്നും നിയമവിരുദ്ധമല്ല. നിയമവിധേയമായിട്ട് ഏത് കാര്യങ്ങൾ നടത്തുന്നതിനോടും നമ്മുടെ പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വീടിന് മുൻപിൽ പ്രതിഷേധക്കാർ ഫ്ലക്സുകൾ ഉൾപ്പെടെ സ്ഥാപിക്കുകയും രാഷ്ട്രീയ നേതാക്കളുടെ സഹായത്തോടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. പ്രതിയെ പിടിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വൻ സമരപരിപാടികളും നിരാഹാര സത്യാഗ്രഹവും സംഘടിപ്പിക്കാനാണ് കബളിപ്പിക്കപ്പെട്ടവരുടെ നീക്കം. ഈസ്റ്റ് പള്ളൂരിലെ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് കവർച്ച നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. പള്ളൂർ SI റെനിൽകുമാർ, ഗ്രേഡ് SI രാജേഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട തിരുവല്ല സ്വദേശി നസീം എന്ന റോയ് ആണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ 13 രാത്രി ഈസ്റ്റ് പള്ളൂർ RSS കാര്യാലയത്തിന് സമീപം വൈഷ്ണവിന്റെ വീട് കുത്തി തുറന്നാണ് കവർച്ച നടത്തിയത്. പണവും സ്വർണവും നഷ്ടപ്പെട്ടെന്ന വൈഷ്ണവിന്റെ പരാതിയിൽ പള്ളൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ നിരീക്ഷിച്ചും സൈബർ സെല്ലിന്റെയും സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. നിരവധി മോഷണക്കേസിലെ പ്രതിയാണ് നസീമെന്ന് പോലീസ് പറഞ്ഞു. അപൂർവ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പന്ന്യന്നൂരെ 4ാം ക്ലാസ്സുകാരൻ ദേവിക്കിനായി കൈകോർത്ത് പാനൂരിലെ ബസ് കൂട്ടായ്മ. പാനൂർ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന 14 ബസ്സുകൾ ഇന്നത്തെ മുഴുവൻ വരുമാനവും ദൈവിക് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറും. ദൈവിക് ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ PTK പ്രേമൻ മാസ്റ്റർ സാന്ത്വനയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. അപൂർവ ക്യാൻസർ രോഗം ബാധിച്ച ദൈവിക്കിന് 1,50 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി വേണ്ടത്. നിലവിൽ കോഴിക്കോട് MVR ആശുപത്രിയിൽ ചികിത്സയിലാണ് ദൈവിക്. 2 മാസത്തോളമായി ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി. ഈ വിവരമറിഞ്ഞാണ് പാനൂരിലെ ബസ് കൂട്ടായ്മ ദൈവിക്കിന് കൈത്താങ്ങേക്കാൻ ഒരു ദിവസം മാറ്റിവെച്ചത്. ആദ്യഘട്ടത്തിൽ 14 ബസ്സുകളാണ് ദൈവിക് ചികിത്സാ സഹായ കമ്മിറ്റിക്കായി സർവീസ് നടത്തിയത്. ഇനിയും 38 ലക്ഷം കൂടി കണ്ടെത്തേണ്ടതുണ്ടെന്നും പാനൂർ ബസ് കൂട്ടായ്മയുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നതായും ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹി ബൈജു ഭാസ്കർ പറഞ്ഞു. ദൈവിക്കിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കഴിഞ്ഞ 2 മാസമായി നടന്നു വരികയാണ്. 1,50 ലക്ഷം രൂപ എന്ന വലിയ ദൗത്യവുമായിട്ടാണ് ചികിത്സാ സഹായ കമ്മിറ്റി
ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഇന്ന് 14 ബസ്സുകൾ, പാനൂർ സ്റ്റാൻഡിലുള്ള 14 ബസ്സുകൾ ദേവികിൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഇന്നത്തെ ഓട്ടം, ഇന്നത്തെ വരുമാനം ആ ഒരു ചികിത്സാ സഹായ കമ്മിറ്റിക്ക് നൽകുകയാണ്. സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകൾ, സ്കൂൾ കുട്ടികൾ മുതൽ കുടുംബശ്രീ, അതുപോലെ നിരവധി സംഘടനകൾ, പള്ളി കമ്മിറ്റികൾ, അമ്പല കമ്മിറ്റികൾ, അങ്ങനെ എല്ലാ ആളുകളും സഹായിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനകം തന്നെ 1,12 ലക്ഷം രൂപയാണ് നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും 38 ലക്ഷം രൂപ നമുക്ക് സമാഹരിക്കേണ്ടതുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പാനൂർ ബസ് കൂട്ടായ്മ നേരത്തെയും നേതൃത്വം നൽകിയിട്ടുണ്ട്. വയനാട് പ്രളയ ദുരിതാശ്വാസത്തിനും ബസ് തൊഴിലാളിയുടെ ചികിത്സയ്ക്കായും സൗജന്യ സർവീസ് നടത്തിയതായി ബസ് കൂട്ടായ്മ ഭാരവാഹി അക്ഷയ് ബിജുവും CK റോജിനും പറഞ്ഞു. ബസ് ഉടമസ്ഥന്മാരും തൊഴിലാളികളും ദേവികിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉള്ള ധനസമാഹരണത്തിനായി ഇന്ന് അവരുടെ ഓട്ടം അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പാനൂരിലുള്ള ബസ് തൊഴിലാളികളും ഉടമകളും നേതൃത്വം നൽകിയിട്ടുണ്ട്. നേരത്തെ ബസ് തൊഴിലാളിയായിരുന്ന ആൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി പ്രളയം വന്നപ്പോൾ, വയനാട് ദുരന്തം വന്നപ്പോൾ എല്ലാം മാനുഷികമായ പരിഗണനകൾ വെച്ചുകൊണ്ട് അതാത് പ്രദേശത്തുള്ള ബസ് ഉടമകളും തൊഴിലാളികളും ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ പാനൂരിൽ പങ്കുചേരുന്നത് പതിവാണ്. ആ നിലയിലാണ് ഇന്ന് ദേവിക് എന്ന് പറയുന്ന കുട്ടിയുടെ ചികിത്സ യാതൊരു കാരണവശാലും മുടങ്ങിക്കൂടാ എന്നുള്ള അർത്ഥത്തിൽ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ധനസമാഹരണത്തിന് വേണ്ടി ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ഇതിന് മുഴുവൻ ആളുകളുടെയും പിന്തുണ ഞങ്ങൾ ഈ തരുണത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. PTK പ്രേമൻ മാസ്റ്റർ സ്വാതന്ത്ര്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വ്യാഴാഴ്ച തുക ചികിത്സാ സഹായ കമ്മിറ്റിയെ ഏൽപ്പിക്കും. ബാംഗ്ലൂരിൽ നിന്നും ബസ്സിൽ കഞ്ചാവ് കടത്തവേ പെരിങ്ങത്തൂർ സ്വദേശി മട്ടന്നൂർ പോലീസിന്റെ പിടിയിൽ. പെരിങ്ങത്തൂർ കോട്ടക്കൻഡവിട അൻവറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് ബാംഗ്ലൂരിൽ നിന്നും വരികയായിരുന്ന ബസ്സിൽ മട്ടന്നൂർ ഇരിട്ടി റോഡിൽ വെച്ച് പോലീസും DAN-SAF ടീമും നടത്തിയ പരിശോധനയിൽ ഇയാളെ പിടികൂടിയത്. 1.85 കിലോഗ്രാം കഞ്ചാവുമായാണ് പെരിങ്ങത്തൂർ കോട്ടക്കൻഡവിട അൻവർ അറസ്റ്റിലായത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്. അതെ, മണ്ഡലത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു. എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഫണ്ട് വേണ്ടേ? ബഹളം നിർത്ത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ ടൈലിടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പോരെ?
അല്ല പറ ഇത്തവണ ABCന്റെ ഓഫർ ഉണ്ടല്ലേ? പിന്നല്ലാതെ ABCയുടെ ഓഫർ ഉള്ളപ്പോൾ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല, ABCക്കാ. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ? ഹേ ഗായു, എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. വാർത്തകൾ തുടരുന്നു. താഴെച്ചമ്പാട് കൂരാറ റോഡിൽ പന്നിന്നൂർ ITIക്ക് മുന്നിൽ ഇന്റർലോക്ക് തകർന്ന സ്ഥലങ്ങളിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. 1 വർഷം എത്തുമ്പോഴേക്കും ഇന്റർലോക്ക് പലയിടങ്ങളിലും തകർന്നതോടെയാണ് അറ്റകുറ്റപ്പണി ആരംഭിച്ചത്. ഇതിനായി 3 ദിവസം റോഡ് പൂർണ്ണമായി അടച്ചിട്ടു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് 2023 ഏപ്രിലിൽ ഇന്റർലോക്ക് പ്രവൃത്തി ആരംഭിച്ചത്. 14 മാസത്തോളം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത്. ഇന്റർലോക്ക് പതിക്കുന്നതിനായി 2 മാസം റോഡ് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരുന്നു. എന്നാൽ 1 വർഷം എത്തുമ്പോഴേക്കും ഇന്റർലോക്ക് കട്ടകൾ പലയിടത്തും ഇളകി തുടങ്ങി. ഇതോടെയാണ് ഇന്റർലോക്ക് ഇളകിയ സ്ഥലങ്ങളിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചത്. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ താഴെച്ചമ്പാട് കൂരാറ റൂട്ടിൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ഇരുചക്ര വാഹനങ്ങൾക്കുൾപ്പെടെ നിരോധനം ബാധകമാണ്. പല വാഹനങ്ങളും റോഡ് അടച്ചതറിയാതെ സ്ഥലത്തെത്തി മടങ്ങുകയാണ്. വാഹനങ്ങൾ മേലേച്ചമ്പാട് കൂരാറ വഴിയോ അരയാക്കൂൽ കൂരാറ വഴിയോ പോകേണ്ടതാണ്. 31 വരെ നിരോധനം തുടരും. മൗലാന ആസാദ് സിവിൽ സർവീസ് അക്കാദമി മെരുവമ്പായി MUP സ്കൂളുമായി സഹകരിച്ച് കണ്ണൂർ ജില്ലാ തലത്തിൽ ജൂനിയർ ജീനിയസ് മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിക്കും. ഫെബ്രുവരി 2 ഞായറാഴ്ച മെരുവമ്പായി MAUP സ്കൂളിൽ രാവിലെ 10 മണിക്കാണ് മത്സരം നടക്കുകയെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 2 ഞായറാഴ്ച മെരുവമ്പായി MUP സ്കൂളിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ കണ്ണൂർ ജില്ലയിലെ UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. പൊതുവിജ്ഞാനമാണ് മത്സര വിഷയം. ടീമായാണ് മത്സരിക്കേണ്ടത്. ഒരു സ്കൂളിൽ നിന്നും എത്ര ടീമിനും പങ്കെടുക്കാം. വ്യത്യസ്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും ജോഡിയായി പങ്കെടുക്കാവുന്നതാണ്. നമുക്ക് കുട്ടികൾക്ക് UP തലത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ലാബ് സജ്ജീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അതുപോലെ തന്നെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്പോക്കൺ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായ അതിലെ കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കരാട്ട പരിശീലനം കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത ഫെബ്രുവരി അവസാന വാരത്തിൽ ഒരു വിളംബര ജാഥ നമ്മൾ
തീരുമാനിച്ചിട്ടുണ്ട്. പ്രാഥമിക മത്സരത്തിന് ശേഷം 6 ടീമുകളാണ് ഫൈനലിൽ പ്രവേശിക്കുക. 1, 2, 3 സ്ഥാനം ലഭിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് ലഭിക്കും. അതോടൊപ്പം MHRA നടത്തുന്ന ജൂനിയർ IAS കോച്ചിംഗ് സ്കോളർഷിപ്പോടെ അഡ്മിഷൻ നേടാനും അവസരം ലഭിക്കും. 4, 5, 6 സ്ഥാനങ്ങളിലെത്തിയവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ ഉണ്ടാവും. കൂടാതെ രക്ഷിതാക്കൾക്കും കാണികൾക്കും ആകർഷകമായ സമ്മാനങ്ങളും ലഭിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മൗലാന ആസാദ് സിവിൽ സർവീസ് അക്കാദമി ഡയറക്ടർ അഹമ്മദ് P. സിറാജ്, മെരുവമ്പായി MUP സ്കൂൾ പ്രധാനാധ്യാപകൻ CK അഷ്റഫ്, മാനേജ്മെന്റ് പ്രതിനിധി ഷഫീഖ് തോട്ടോൻ, അബൂബക്കർ സിദ്ദിഖ് CK എന്നിവർ പങ്കെടുത്തു. മാഹി സ്പോർട്സ് ക്ലബ് ലൈബ്രറി ആൻഡ് കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ 2025 ഫെബ്രുവരി 8 അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റിന്റെ ഗാലറി കാൽനാട്ട് കർമ്മം നടന്നു. മാഹി മൈതാനത്തെ മയ്യഴി പോലീസ് സബ് ഇൻസ്പെക്ടർ KC അജയകുമാർ നിർവഹിച്ചു. വിന്നേഴ്സിനുള്ള ഡൗൺ ടൗൺ മാൾ ട്രോഫിക്കും സൈലം ഷീൽഡിനും, റണ്ണേഴ്സിനുള്ള ലെക്സ് IV സലൂൺ ട്രോഫിക്കും, മെൻസ് ക്ലബ് സലൂൺ ഷീൽഡിനും വേണ്ടിയുള്ള 41ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗാലറി കാൽനാട്ട് മയ്യഴി പോലീസ് സബ് ഇൻസ്പെക്ടർ KC അജയകുമാർ നിർവഹിച്ചു. ടൂർണമെന്റ് കോർഡിനേറ്റർ KC നിഖിലേഷ് അധ്യക്ഷനായി. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അനിൽ വിലങ്ങിൽ, ക്ലബ് സെക്രട്ടറി അടിയേരി ജയരാജൻ, ടൂർണമെന്റ് മീഡിയ കോർഡിനേറ്റർ ശ്രീകുമാർ ഭാനു തുടങ്ങിയവർ സംസാരിച്ചു. മയ്യഴി ഫുട്ബോൾ ടൂർണമെന്റിന്റെയും മാഹി സ്പോർട്സ് ക്ലബിന്റെയും പ്രതിനിധികൾ പങ്കെടുത്തു. പാലത്ത UP സ്കൂളിൽ വിജയോത്സവം ട്രിംഫ് 2025 സംഘടിപ്പിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. പാലത്തായി UP സ്കൂളിലെ പ്രതിഭാധനരായ വിദ്യാർത്ഥികളെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. സ്കൂൾ ഹാളിൽ പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. തെറ്റായ വഴികൾ ഒരുപാടുണ്ട്. നമ്മുടെ മുന്നിലും പിറകിലുമായി ഒരുപാട് തെറ്റായ വഴികളുണ്ട്. ആ വഴികളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വർത്തമാന കാലത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. നമ്മളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകൾ കേട്ടു. ഓരോ പ്രഭാതങ്ങളും ഉണരുമ്പോ നല്ലത് കേൾക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന ആളുകളാണ് നമ്മളൊക്കെ. നല്ല വാർത്തകൾ കേൾക്കണേ, ശുഭ സൂചനകൾ ഉണ്ടാകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിറങ്ങുമ്പോഴും കേൾക്കുന്ന വാർത്തകൾ ശുഭകരമല്ലാത്ത ഒരു വർത്തമാന ജീവിത ഇതിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഓരോ വാർത്തകളും ആ രീതിയിലാണ്. മാതാപിതാക്കളോട് ക്രൂരത കാണിക്കുന്ന മക്കളും അതുപോലെയുള്ള ഒരുപാട്, കാരണം മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടുകൊണ്ട് പുതിയ തലമുറ കടന്നു വരുമ്പോ അതിനെതിരായ പോരാട്ടങ്ങൾ ഏറ്റെടുക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വം നമുക്കുണ്ട്. ജീവിതം ലഹരിയാകണം. ലഹരി ജീവിതമാക്കാതെ ജീവിതത്തെ ലഹരിയായി കണ്ടുകൊണ്ട്, പഠനത്തെ ലഹരിയായി കണ്ടുകൊണ്ട്, കായിക മത്സരങ്ങളെയും കലാമേളകളെയും കലാമത്സരങ്ങളെയും ചിത്രരചനകളെയും സർഗാത്മക വാസനകളെയും ഒക്കെ ലഹരിയായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാലയത്തിന്റെ ഉപഹാരവും ചടങ്ങിൽ വെച്ച് KP ഹാഷിം സമ്മാനിച്ചു. പാനൂർ നഗരസഭാ കൗൺസിലർ, മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രീത അശോക് അധ്യക്ഷയായി. PTA പ്രസിഡന്റ് രാജേഷ് കുളങ്ങര, മദർ PTA പ്രസിഡന്റ് ഫൗസിയ, രജീഷ് കുമാർ, സ്കൂൾ പ്രധാനാധ്യാപകൻ P. ബിജോയ്, P. ഹൃദ്യ തുടങ്ങിയവർ സംസാരിച്ചു. പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ടാലന്റ് ഫെസ്റ്റും പരിപാടിയുടെ ഭാഗമായി നടന്നു. പ്രതിഭകളായ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. മൊകേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വനിതകൾക്കായി മൈലാഞ്ചി ഡൽ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് P. വത്സൻ നിർവഹിച്ചു. മെഹന്തിയിടൽ മത്സരത്തിന്റെ ഉദ്ഘാടനം മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P. വത്സൻ നിർവഹിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി നടന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. രാജശ്രീ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV മുകുന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ഷൈനി എന്നിവർ സംസാരിച്ചു.
ചെയർപേഴ്സൺ കെ പ്രസനി സ്വാഗതവും CDS വൈസ് ചെയർപേഴ്സൺ ഷെഖില നന്ദിയും പറഞ്ഞു. വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസും ചടങ്ങിൽ കൈമാറി. പൊന്നം നാലുപുരക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറമഹോത്സവം ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിൽ നടക്കും. ശ്രീ പോർക്കലി ഭഗവതിമാർ, ഗുരു കാരണവർ, ശാസ്തപ്പൻ, ഗുളികൻ, കണ്ഠാകർണൻ, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ കെട്ടിയാടും. ശനിയാഴ്ച ഉച്ചയ്ക്ക് അന്നദാനവും നടക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. Bobby Chamanur International Jeweler. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിന് കീഴിൽ പാറാലിൽ നിർമ്മിച്ച ഓപ്പൺ എയർ ഓഡിറ്റോറിയം ജനുവരി 30 വ്യാഴാഴ്ച നാടിന് സമർപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് മുൻ MLA-യും ഖാദി ബോർഡ് വൈസ് ചെയർമാനുമായ P. ജയരാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതി എന്ന നിലയിൽ നമ്മുടെ ബാങ്ക് ഭരണസമിതി ആലോചിക്കുകയും അതിനാവശ്യമായ നിലയിൽ നബാർഡിൻ്റെ സഹായത്തോടുകൂടി, സാമ്പത്തിക സഹായത്തോടുകൂടി കേരള ബാങ്ക് മുഖാന്തരം ഒരു പ്രൊജക്റ്റ് സമർപ്പിക്കുകയും ആ പ്രൊജക്റ്റ് ഇപ്പോഴേകദേശം അംഗീകരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ട് വിവിധ തരത്തിൽ ഒരു വലിയ നവീകരണ പദ്ധതി അവിടെ നടന്നു വരികയാണ്. പ്രധാനമായ മെയിൻ ഓഡിറ്റോറിയം, ശീതീകരിക്കുന്ന സംവിധാനം, അതോടൊപ്പം അതിൻ്റെ മുകളിലായി ഒരു 400 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ബാങ്കറ്റ് ഹാളിൻ്റെ നിർമ്മാണവും നടന്നു വരുന്നുണ്ട്. അതും ശീതീകരിച്ച സംവിധാനത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. അതോടൊപ്പം ഡൈനിങ് ഹാള് നേരത്തെ ശീതീകരിച്ചതായിരുന്നില്ല. ഡൈനിങ് ഹാളിൻ്റെ ശീതീകരിച്ച പ്രവൃത്തി ഇപ്പം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം പഴയ തരത്തിലുള്ള അടുക്കളയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആധുനിക രീതിയിലുള്ള 3 കിച്ചൺ അവിടെ ഇപ്പം പ്രവൃത്തി ഏകദേശം പൂർത്തിയായിട്ട് വരികയാണ്. 1000-ഓളം പേർക്ക് ഒരേ സമയം ഇരുന്ന് പരിപാടികൾ കാണാൻ പറ്റാവുന്ന വിധത്തിലാണ് ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുള്ളത്. വിശാലമായ ഡൈനിങ് ഹാളും പാർക്കിംഗ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. 24 വർഷം മുമ്പ് നിർമ്മിച്ച ഓഡിറ്റോറിയവും ഡൈനിങ് ഹാളിന്റെയും നവീകരണ പ്രവൃത്തി നടന്നു വരികയാണ്. പൂർണ്ണമായും ശീതീകരിക്കുന്ന ഓഡിറ്റോറിയം മാർച്ച് മാസത്തോടെ തുറന്നുകൊടുക്കും. ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ നടൻ പി കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയാകും. റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ അധ്യക്ഷനാകും. IRPCക്ക് നൽകുന്ന പാലിയേറ്റീവ് കിറ്റിന്റെ വിതരണം മുൻ റെയ്ഡ്കോ ചെയർമാൻ വത്സൻ പനോളിയും ജീവനം കിഡ്നി പേഷ്യന്റ് വെൽഫെയർ സൊസൈറ്റിക്ക് നൽകുന്ന സാമ്പത്തിക സഹായം നഗരസഭാ ചെയർപേഴ്സൺ വി സുജാതയും വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഭരണസമിതി പ്രസിഡന്റ് കെ ധനഞ്ജയൻ, സെക്രട്ടറി എം ദിലീപ് കുമാർ, വൈസ് പ്രസിഡന്റ് സി വിജയൻ, ഭരണസമിതി അംഗങ്ങളായ OC ബിന്ദു, KN ഗോപി എന്നിവർ പങ്കെടുത്തു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം യുവജനവേദിയുടെ ആഭിമുഖ്യത്തിൽ ഭാവഗായകൻ P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. AIR ആർട്ടിസ്റ്റ് AM ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ പരിപാടി AIR ആർട്ടിസ്റ്റ് AM ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിന്റെ പേരു കേട്ടാൽ സ്വർഗം നാണിക്കും, പ്രേമ വൃന്ദാവന ഹേമന്തമേ. നിന്റെ പേരു കേട്ടാൽ സ്വർഗം നാണിക്കും, ആരാധ സോമരസാമൃതം നേടുക ആരായാലും മോഹിക്കും. എന്നിട്ടെന്താ പറയുന്നത്? ആനന്ദ ചന്ദ്രികയല്ലേ നീ, അഭിലാഷമഞ്ജരിയല്ലേ നീ, അഭിലാഷമഞ്ജരിയല്ലേ നീ. കെ ധനേഷ് അധ്യക്ഷനായി. രജത് ചന്ദ്ര സ്വാഗതവും ഷിജു നന്ദിയും പറഞ്ഞു. 55 വർഷം കോടിയേരി മനേക്കര പാനൂർ റൂട്ടിൽ മികച്ച രീതിയിൽ ബസ് സർവീസ് നടത്തിയ സജിത് ബസ് ഉടമ വേലായുധനെ ചടങ്ങിൽ ആദരിച്ചു. വായനശാലയ്ക്ക് വേണ്ടി സെക്രട്ടറി KP അരുൺകുമാർ, പ്രസിഡന്റ് ഷാജ് മാസ്റ്റർ, K അച്യുതൻ എന്നിവർ ചേർന്ന് ആദരിച്ചു. യുവജനവേദി സംഘടിപ്പിച്ച കാരംസ് ടൂർണമെന്റിൽ വിജയിച്ചവർക്കുള്ള സമ്മാനം ലൈബ്രറി കൗൺസിൽ മേഖലാ സമിതി കൺവീനർ U ബ്രിജേഷ് നൽകി. തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പട്ടത്താന മഹോത്സവം നടന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കാളികളായി. പ്രസാദ സദ്യയും ഒരുക്കിയിരുന്നു. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പട്ടത്താന മഹോത്സവം ലക്ഷാർച്ചനയുടെ ഭാഗമായി പ്രത്യേക പൂജാ ചടങ്ങുകൾ നടന്നു. മഹാഗണപതി ഹോമം, കലശപൂജ, ഉഷപൂജ, കാഴ്ചശീവേലി, കളഭച്ചാർത്ത് തുടങ്ങിയവ നടന്നു. എല്ലാ വർഷവും മകരമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലാണ് പട്ടത്താന മഹോത്സവം നടക്കുക. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീരാമസ്വാമിയെ പ്രതിഷ്ഠിച്ച ദിവസം കൂടിയാണ് പട്ടത്താന മഹോത്സവമായി കൊണ്ടാടുന്നത്. ആയിരക്കണക്കിന് ഭക്തർ ചടങ്ങുകളിൽ പങ്കാളികളായി. ഉച്ചയ്ക്ക് പ്രസാദ സദ്യയും ഒരുക്കിയിരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 7000-ലധികം പേർ പ്രസാദ സദ്യയിൽ പങ്കാളികളായി. ഇനിയൊരു കതിരൊളിയിൽ ചന്താമര മലരാണ് രാമൻ ശ്രീരാഘവൻ നിറദീപം നീയല്ല ദേവ. ഇനിയൊരു കതിരൊളിയിൽ ചന്താമര മലരാണ് രാമൻ ശ്രീരാഘവൻ നിറദീപം നീയല്ല ദേവ.
വംശജനാകിയ രാമൻ മിത്രപരിപാലകദേവൻ രാത്രിയിൽ ധർമ്മം എടുത്തൊരു ധീരൻ കർമ്മം ഇന്ന് കാഞ്ചന രൂപം പൂണ്ടു രാമന്റെ ദിവ്യ സ്വരൂപം ഇനിയൊരു കതിരൊളിയിൽ ചെന്താമരമലരാണ് രാമൻ ശ്രീരാഘവൻ നിറദീപം നീയല്ല ദേവ ഇനിയൊരു കതിരൊളിയിൽ ചെന്താമരമലരാണ് രാമൻ ശ്രീരാഘവൻ നിറദീപം നീയല്ല ദേവ. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ CV ദാമോദരൻ, മാനേജിംഗ് ട്രസ്റ്റി KP ജയാനന്ദൻ, ട്രസ്റ്റി NR അജയകുമാർ, കൊളക്കാട് ചന്ദ്രശേഖരൻ, NK പ്രദീപ് കുമാർ, വിനോദ് കണ്ടൂത്ത്, VM ശൈലേഷ്, അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ, KM ധർമ്മപാലൻ, വിനോദിനി, രാംദാസ്, അജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം പട്ടത്താന മഹോത്സവം ഇന്ന് നടക്കുകയാണ്. പട്ടത്താന മഹോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവൻ്റെ പ്രതിഷ്ഠാദിനം എന്നതാണ്. രാവിലെ മുതൽ ക്ഷേത്ര പൂജാതി കാര്യങ്ങൾ തന്ത്രി അമ്പഴപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്നു വരികയാണ്. അതുപോലെ ലക്ഷാർച്ചന ഈ പട്ടത്താനത്തിൻ്റെ ഭാഗമായി ലക്ഷാർച്ചന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കുന്നുണ്ട്. വിശേഷാൽ പൂജകളായ നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും നടക്കുന്നുണ്ട്. പട്ടത്താനത്തിൻ്റെ ഭാഗമായി ഇന്ന് 11:30 പ്രസാദകൂട്ട് ആരംഭിച്ചു. ഏകദേശം 7000-ലധികം ഭക്തജനങ്ങൾ പ്രസാദകൂട്ടിൽ പങ്കാളികളായിട്ടുണ്ട്. കിഴക്കേ ചമ്പാട് എടവൻ കേളോത്ത് വൈരിഘാതക ക്ഷേത്രത്തിൽ ബാലാലയ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി പ്രതിഷ്ഠാശിലകൾ ആലയിക്കൽ ഘോഷയാത്ര നടത്തി. വാലാൽ ശ്രീ ശാക്തയ ദേവീക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച ഘോഷയാത്രയിൽ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രതിഷ്ഠാശിലകൾ ആനയിക്കൽ ഘോഷയാത്രയിൽ വാദ്യം, താലപ്പൊലി, പഞ്ചവാദ്യ സമേതം കലവർ നിറക്കൽ ഘോഷയാത്ര എന്നിവ നടന്നു. സാംസ്കാരിക സമ്മേളനത്തിൽ ഡോക്ടർ കെ ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ഭജന. രാത്രി 7:30 ഉച്ചക്രമങ്ങൾ. 9 മണിക്ക് ഭക്തിഗീതാർച്ചന. സാധാരണ സാധനം ക്ഷണിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണവും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ഭക്തർ പങ്കെടുത്തു. ഘോഷയാത്രയ്ക്ക് വേണു, സജീവൻ, അജിത, മനോജ്, അനിരുദ്ധൻ, ഷെനീജ്, സോമൻ, അഖിലേഷ്, ബിജേഷ്, സിജേഷ്, പ്രദീപൻ, രമേശൻ, സമീഷ് എന്നിവർ നേതൃത്വം നൽകി. വ്യാഴാഴ്ച ക്ഷേത്രം തന്ത്രി പാറോളി ഇല്ലം ശ്രീ ഉണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ബാലാലയ പ്രതിഷ്ഠ നടക്കും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭൂവറിയിൽ ഒരു തരത്തിലുള്ള വിവാദവുമില്ല. പാലക്കാട് മദ്യനിർമ്മാണശാല വിവാദം CPI അടക്കമുള്ളവരുമായി ചർച്ച നടത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എല്ലാവരെയും വിശ്വാസത്തിലെടുത്തേ പദ്ധതി നടപ്പാക്കുകയുള്ളൂവെന്നും MV ഗോവിന്ദൻ. ചൊക്ലിമേക്കുന്നിൽ പ്രവാസികളിൽ നിന്നും കോടികൾ തട്ടിയ യുവാവിന്റെ വീടിന് മുൻപിൽ പ്രതിഷേധവുമായി പ്രവാസികളും കുടുംബങ്ങളും രംഗത്ത്. പ്രതിഷേധം നടന്നത് കുനിയിൽ കുറന്തോട്ട് വീട്ടിലെ അഫ്സലിന്റെ വീടിന് മുൻപിൽ. വെളിച്ചെണ്ണ ഒഴിച്ച് കറിവെക്കാൻ നിയമം വേണം. കാട്ടുപന്നികളെ കുഴിച്ചിടേണ്ട പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവെക്കണമെന്ന് സണ്ണി ജോസഫ് MLA. നിയമം കൊണ്ടുവരണമെന്നും MLA.
പാലയാട് ക്യാമ്പസിലെ KSU നേതാവിന് നേരെ ഹോസ്റ്റലിൽ കയറി SFI DYFI ആക്രമം. ആക്രമിച്ചത് പാലയാട് ക്യാമ്പസിലെ 2ാം വർഷ നിയമ വിദ്യാർത്ഥിയും KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ ബിദുൽ ബാലനെ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.